ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്ത് നിങ്ങളിലുള്ള നെഗറ്റിവിറ്റി ഒഴിഞ്ഞു പോകാൻ സമയമായോ? അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്താണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്? നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ സമയമായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന അഭാഗ്യാനുഭവം എന്ന് നോക്കാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ബാലൻസ് ചെയ്തു പോകാൻ സാധിക്കുന്നു. അതായത് നിങ്ങളിലേക്ക് ഇവിടെ റെയിൻബോ കണ്ടില്ലേ? ഈ ഒരു റെയിൻബോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചക്രാസ് ബാലൻസ് ആവുന്ന എനർജിയാണ്. ഈ ചക്രാസ് നിങ്ങൾക്ക് ബാലൻസ് ആവുമ്പോൾ നിങ്ങളിൽ ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റീവായ എനർജീസ് നിങ്ങളെ വിട്ടുപോയിരിക്കുന്നു എന്ന് വേണം നമുക്കിവിടെ മനസ്സിലാക്കാൻ. നിങ്ങളുടെ ചക്രാസ് ബാലൻസ് ആവുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള നല്ല എനർജി ലഭിക്കുന്നു എന്ന് വേണം നമുക്കിവിടെ പറയാൻ. ഇത് നിങ്ങളുടെ ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. മനസ്സിലായി? 1+4 5 555 കാണുന്നവരായിരിക്കണം നിങ്ങൾ പലരും. ആരെങ്കിലും ഒക്കെ 55 555 ഒക്കെ നിങ്ങൾ മുറയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കാണുന്നവരായിരിക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ബാലൻസ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. ഇവിടെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് തോൽവി മാത്രമാണ് തന്നിരുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും, നിങ്ങൾ ഉൾപ്പെടുന്ന സൊസൈറ്റിയിലായാലും, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലായാലും, എവിടെയായാലും നിങ്ങൾ സഹകരിക്കുന്നത് ഏത് ഫീൽഡിലാണോ അവിടെ നിങ്ങൾക്ക് നെഗറ്റീവായ എനർജി മാത്രമാണ് നിങ്ങളെ ഭരിച്ചിരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ അനുഭവപ്പെട്ടിരുന്നത് അങ്ങനെയാവണം. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു തോൽവി. എത്രമാത്രം പ്രയത്നിച്ചിട്ടും നിങ്ങൾക്കൊരു റിസൾട്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല. പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ ഇതുവരെ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമുണ്ടാകുന്നു. അതിനുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മറ്റ് ആൾക്കാരോട്, നിങ്ങളുടെ ബന്ധത്തിലായാലും നിങ്ങൾക്ക് ഇവിടെ കോംപ്രമൈസ് ചെയ്തു പോകാൻ സാധിക്കുന്നു. കോംപ്രമൈസ് ചെയ്തു പോവുക എന്ന് പറയുമ്പോൾ ഇത് ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്കിത് ബാധകമാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി സ്ഥലത്ത്, നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലായാലും, അതുപോലെ നിങ്ങളുടെ ഏത് ഫീൽഡിലായാലും ആരോടായാലും നിങ്ങൾക്ക് ഈ സമയത്ത് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫ് ലവിന്റെ പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അതിന് തുടക്കം കുറിക്കുന്നുണ്ടാവും. അതിന്റെ കാര്യങ്ങൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു സമയം ആയിട്ടുണ്ട്. ഇത് നിങ്ങളിലെ നെഗറ്റീവായ എനർജി ഒഴിഞ്ഞു പോകുമ്പോൾ മാത്രം തോന്നുന്ന ഒരു കാര്യമാണ്. മെഡിറ്റേഷൻ ചെയ്യാൻ, അതുപോലെ ഇനി അതല്ല എങ്കിൽ ഡിവൈനുമായിട്ട് കൂടുതൽ കണക്റ്റ് ആവാനുള്ള സമയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അത് നിങ്ങൾക്ക് അടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് ചക്രാസ് ആക്റ്റീവ് ആകുന്നതും മറ്റ് പല കാര്യങ്ങളോടും യോജിച്ച് പോകണം. എല്ലാ കാര്യങ്ങളോടും നമ്മൾ യോജിച്ച് പോയി എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒരു സക്സസ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള ഒരു കോൺഫിഡൻസ് വരുത്താൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിന്നുമാണ് നിങ്ങൾക്ക് നിങ്ങളെ സ്വയം കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. മുൻപൊന്നും നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം ഇമോഷണലി നിങ്ങൾ ബാലൻസ്ഡ് അല്ലായിരുന്നിരിക്കാം. ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് അതിനുള്ള സാധ്യത വന്നിരിക്കുന്നത്. എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു, അല്ല എങ്കിൽ അതിനുള്ള തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചിരിക്കുക. പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് പോകാനാവാം, പുതിയ ചില ജോലികളിലേക്ക് നിങ്ങൾക്ക് തുടക്കം കുറിക്കാനായിരിക്കണം, അല്ലെങ്കിൽ പുതിയ ചില റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് തുടക്കം കുറിക്കാനായിരിക്കണം.
ഏത് കാര്യത്തിലായാലും ഈ ഒരു ബാലൻസ് എന്ന് പറയുന്ന എനർജി ദൈവികമായ എനർജി തന്നെയാണ്, ദൈവികമായ അനുഗ്രഹമുള്ള എനർജിയാണിത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു, വളരെയധികം ബാലൻസ്ഡ് ആയിക്കൊണ്ട് തന്നെ, നിങ്ങളുടെ ലൈഫിനെ ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഇവിടെ കണ്ടില്ല, ഇവിടെ 4 ഓഫ് എയർ ആണ് വന്നിരിക്കുന്നത്. അതായത് 4 ഓഫ് സോഡിന്റെ എനർജിയാണ്. 4 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സോഡ് തിങ്കിങ്ങിന്റെ എനർജിയാണ്. അപ്പൊ തിങ്കിങ്ങിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളിൽ പലരും എന്ന് മുന്നോട്ട് പോകുന്നത് എങ്ങനെ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓവർ തിങ്കിങ് എല്ലായ്പ്പോഴും നല്ല കാര്യമല്ല. നിങ്ങൾ ഓവർ തിങ്കിങ്ങിൽ നിന്നും ഈ ഒരു സമയത്ത് വിടുതൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഓവറായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും സാധിക്കാനില്ല. നിങ്ങളുടെ എനർജി അപ്പോഴും അവിടെ ഡൗൺ ആവുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മനസ്സിലാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിറ്റേഷനിലേക്ക് പോകാൻ സാധിക്കും. ഇവിടെയാണ് നിങ്ങൾക്ക് മെഡിറ്റേഷന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് അടുക്കും ചിട്ടയുമുള്ള ഒരു പാത ശരിയാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും വിചാരിച്ചിരിക്കാതെ വന്നു ചേരുന്ന ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എനർജിയെ ഒഴിവാക്കാനും പുതിയ ചില കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഫൈവ് ഓഫ് എയർ ആണ് വന്നിരിക്കുന്നത്. 5 ഓഫ് സോഡിന്റെ എനർജി. അതായത് 5 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പല കാര്യങ്ങളിലും നിങ്ങൾ ഇതുവരെ ചെയ്തു കൂട്ടിയതൊക്കെ തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞു. നിങ്ങൾ പല തെറ്റുകളും മിസ്റ്റേക്കുകളും ചെയ്തിട്ട് നിങ്ങൾ മുൻപന്തിയിൽ എത്താനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ബോധപൂർവമല്ല എങ്കിൽ പോലും നിങ്ങൾ അതിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ അനുഭവങ്ങൾക്ക് ശേഷം നല്ല ഒരു ലൈഫിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. കുറെ അനുഭവങ്ങളായി അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വന്നിരിക്കുന്നു. ഇതൊരു നെഗറ്റീവായ എനർജിയിലായിരുന്നു നിങ്ങൾ ഇതുവരെയും. അപ്പോൾ ഇവിടെ നിന്നുമാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നത്. നമുക്ക് നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ പോസിറ്റീവും വരികയുള്ളൂ. അപ്പോൾ ഈ ഒരു സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ ഒരു സമയത്താണെന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ പലരുടെയും മുൻപിൽ കള്ളം പറഞ്ഞ് ജയിക്കാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ കള്ളം കാണിച്ച് ജയിക്കാനുള്ള ഒരു കഴിവ്, അതൊക്കെ നിങ്ങൾ സ്വായത്തമാക്കിയിരുന്നു. അത് ചിലപ്പോൾ ബോധപൂർവമല്ലായിരിക്കാം. എന്നിരുന്നാൽ കൂടെയും അതിൻ്റെ സത്യാവസ്ഥകൾ അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ, അല്ല എങ്കിൽ നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കാൻ പോകുന്നുണ്ട്, മനസ്സിന് സന്തോഷം ലഭിക്കാൻ പോകുന്നുണ്ട്. കാരണം ഇതുവരെ നമ്മൾ ചെയ്ത കള്ളത്തരത്തിന് അല്ല എങ്കിൽ കള്ളം പറഞ്ഞതിന് ഒക്കെയും ഒരു പ്രതിഫലം ലഭിച്ചിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായ എനർജിയിലാണ് നിൽക്കാൻ കഴിഞ്ഞിരുന്നത്, നെഗറ്റിവിറ്റിയാണ് പിടികൂടിയിരുന്നത് ഇതുവരെയും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് തീർച്ചയായിട്ടും ബോധോദയം ഉണ്ടാകുന്ന ഒരു അവയർനെസ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു അവയർനെസ് വന്ന് അല്ലെങ്കിൽ അതൊരു കോൺഷ്യസ്നെസ്സിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് നിങ്ങൾക്ക് ഇനി ഏറ്റവും വലിയ ഒരു വിജയം വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അവിചാരിതമായിട്ട് കുറെ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എക്സാമിനേഷനുകളിൽ ജയിക്കാനുള്ള ഒരു കഴിവ്, കാരണം സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കാൻ സാധിച്ചിരിക്കുന്നു. ഇതുവരെ അതെന്താണ് എന്ന് പോലും അറിഞ്ഞുകൂടാതെ ഇരുന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് മനസ്സിന് സമാധാനം കിട്ടുന്നത്. മുൻപൊക്കെ കള്ളം പറഞ്ഞ് ജയിച്ചിരുന്ന കാര്യങ്ങളിലൊന്നും മനസ്സമാധാനം ലഭിച്ചിരുന്നില്ല, അല്ലേ?
ശരിയല്ലേ? കള്ളം പറഞ്ഞ് നമ്മൾ ഒരിടത്ത് ജയിക്കുന്നു, അല്ലെങ്കിൽ കള്ളം കാണിച്ച് നമ്മൾ ജയിക്കാൻ പോകുന്നു. ഇവിടെ ഒന്നും കുറെ കഴിയുമ്പോൾ തൽക്കാലത്തെ ഒരു ജയം മാത്രമാണ് അവിടെ കിട്ടിയിരുന്നത്. ഇവിടെ ഒന്നും താൽക്കാലികമായിട്ടുള്ളതല്ലാതെ ഒരു സന്തോഷം ലഭിച്ചിരുന്നില്ല എങ്കിൽ ഇനിയാണ് സ്ഥിരമായി നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആലോചിക്കുമ്പോൾ മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ടെന്ന്, അല്ലെങ്കിൽ നല്ല വഴിയിലേക്ക് വരാൻ എന്നെ കൊണ്ട് കഴിയും എന്ന് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ബോധ്യമാക്കി തരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കത് ബോധ്യപ്പെടാൻ പോകുന്നു, അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് വാട്ടർ ആണ് വന്നിരിക്കുന്നത്, അതായത് ക്യൂൻ ഓഫ് കപ്സ്. പലരോടും സ്നേഹം തുടങ്ങിയിരിക്കുന്നു, നിങ്ങൾക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്? നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും. നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ജീവിതത്തിൽ ഒരു പരാജയം വന്നു എന്ന് ഉള്ള ആ അനുഭവത്തിൽ നിന്നും, പരാജയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. എല്ലാവരെയും സ്നേഹിക്കുക, ഇതാണ് പ്രപഞ്ചം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കാൻ കഴിവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹം, മറ്റുള്ളവരെയും അതുപോലെ സ്നേഹിക്കുക, സ്വയം സ്നേഹിക്കുക, മറ്റുള്ളവരെയും അതുപോലെ സ്നേഹിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിൽ മാലിന്യങ്ങൾ ഉണ്ടാവില്ല, നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവില്ല, നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടാവില്ല. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. ഇവിടെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് നേടിയ ഒരു സക്സസ് ആണ് എന്ന് കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട്, അവിചാരിതമായിട്ട് ഇവിടെ പല വിജയങ്ങളും വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു സൈക്കിക് എബിലിറ്റി ലഭിക്കുന്നു, ഇൻസൈറ്റ് ലഭിക്കുന്നു. മനസ്സിലായോ? വരാൻ പോകുന്നത് എന്താണെന്ന് മുൻകൂട്ടി അറിയാനുള്ള സാധ്യത. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഒരു പോസിറ്റീവ് എനർജിയെ സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് മറ്റുള്ളവരിലേക്ക്, തന്നിലേക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം അനുഭവിക്കാൻ ഈ സമയത്ത് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ടെൻ ഓഫ് ഫയർ ആണ് അല്ലേ? മറ്റുള്ളവർ സമ്മാനിച്ച ഒരുപാട് നെഗറ്റീവായ എനർജി മറ്റുള്ളവർ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ നിങ്ങളുടെ സമൃദ്ധി നിറഞ്ഞ ലൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഐശ്വര്യപൂർണമായ ലൈഫ്, നിങ്ങളുടെ കഴിവുകൾ, മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരുപാട് കഴിവുകളുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം കണ്ടിട്ട് അസൂയ കൊണ്ടിട്ട് മറ്റുള്ളവർ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ടുള്ള ചില പരാജയങ്ങളാണ് ഇവിടെ. അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ടെൻ ഓഫ് ഫയറിലേക്ക് വരുന്നത്. ഈ ഒരു എനർജിയിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുന്ന ഒരു എനർജിയാണിത്. ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇത് മുഴുവനും നിങ്ങളെ നെഗറ്റീവായിട്ട് തളർത്തുന്ന എനർജി തന്നെയാണ്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ഭാരം ചുമക്കുകയാണ് ഇവിടെ. എന്തൊക്കെ ചെയ്താലും, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്തു കഴിഞ്ഞാലും അവരിൽ നിന്നും ഒരു നല്ല വാക്ക് പോലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അവരിൽ നിന്നും ഒരു നന്മ നിറഞ്ഞ വാക്ക് ലഭിക്കുന്നില്ല, നല്ല വാക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അവരിൽ നിന്നും നല്ലൊരു പ്രവൃത്തി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, ഒന്നുമില്ല. നിങ്ങളുടെ കഷ്ടത കണ്ടിട്ട് പരിഹസിക്കാനല്ലാതെ മറ്റുള്ളവർ ഇല്ല. മറ്റുള്ളവരുടെ എല്ലാം ഒരു ജോലി നിങ്ങളുടെ പരിഹാസം, നിങ്ങളെ ഒരു പരിഹാസ പാത്രമാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസമാധാനത്തിന് യാതൊരു വഴിയും ഉണ്ടാവുന്നില്ല. നിങ്ങൾ കുടുംബത്തിന് വേണ്ടി, അല്ല എങ്കിൽ നാടിനു വേണ്ടി, അല്ല എങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയും ഭാരം ചുമന്ന് നിങ്ങൾ ഒരുപാട് തളർന്നിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് കുറേ അധികം നെഗറ്റീവായ എനർജിയിൽ നിങ്ങൾ മുഴുകിയിരിക്കുന്നു, അല്ലെങ്കിൽ ഓവറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു
സ്ട്രെസ് അനുഭവിക്കുകയാണ് ഇവിടെ. ടെൻഷൻ, ഇംബാലൻസ്ഡ് ആണ് ലൈഫ്. കണ്ടില്ലേ, ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കുന്നില്ല, ഇംബാലൻസ്ഡ് ആണ് ഇവിടെ. ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ശരിയായ രീതിയിൽ വിശ്രമിക്കാൻ കഴിയുന്നില്ല, ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കാനോ അവരിൽ നിന്ന് ഒരു സന്തോഷവാക്ക് ലഭിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇവിടെ ഈ ഒരു സമയത്ത് ഇനി ഇതൊക്കെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സമയമായിരിക്കുന്നു. ഈ വലിയ ഭാരം നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ സമയമായിരിക്കുന്നു. നിങ്ങൾക്കൊരു പുതിയ ജീവിതം തന്നെ വരാൻ തുടങ്ങുന്നു നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട്. മനസ്സിലായി? പ്രപഞ്ചം നിങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളോട് യൂണിവേഴ്സ് കരുണ കാണിക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ കർമ്മയാണിത്. ഈ കർമ്മ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാറായിട്ടുണ്ട് കുറെയൊക്കെ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു ചേഞ്ചാണ് സംഭവിക്കാൻ പോകുന്നത്. വലിയൊരു ചേഞ്ചിന് വിധേയമാകാൻ തുടങ്ങുന്നു നിങ്ങളിവിടെ. അതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരുപാട് പരാജയത്തിൽ നിന്ന് ഒരുപാട് നല്ല വിജയത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു സമയത്ത് ഒത്തിരി സന്തോഷങ്ങളിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. ഒരുപാട് പേരുടെ സ്നേഹം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ തുടങ്ങുന്നു. കണ്ടില്ലേ, ഈ ഒരു എനർജിയിൽ നിന്നുമാണ് ഇവിടെ നിങ്ങൾക്ക് മുക്തരാവാൻ സാധിക്കുന്നത്. ഒരുപാട് പേരുടെ സന്തോഷം, ഒരുപാട് പേരുടെ സ്നേഹം, അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാനും പ്രപഞ്ചത്തിന്റെ തന്നെ സ്നേഹം ലഭിക്കാനുമുള്ള സമയമായിരിക്കുന്നു ഇവിടെ നിങ്ങൾക്ക്. അതാണ് നിങ്ങളിലേക്ക് ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സന്തോഷം ഇത് തന്നെയാണ്. ഇവിടെ ഏസ് ഓഫ് എയർ ആണ്. അതായത് ഏസ് ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ. തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ ആവുകയാണ് ചെയ്യുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലുള്ള ആ എനർജി മുഴുവനും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മുന്നോട്ടുള്ള സക്സസിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് ഇവിടെ സാധിക്കുന്നു എന്ന് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക മറ്റുള്ളവരോട്. ഏതൊരു സമയത്തും അഡ്ജസ്റ്റ്മെന്റിന് വിധേയരാവണം. ചില കാര്യങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കണം. എന്നാലേ നമുക്ക് മുന്നോട്ടൊരു സക്സസിലേക്ക് വരാൻ സാധിക്കൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നല്ല പോലെ അനുഗ്രഹം ലഭിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ഏഞ്ചലിന്റെ അനുഗ്രഹം ലഭിച്ചുകൊണ്ട് നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നു. ചിലർക്ക് ഇവിടെ വിദേശത്ത് ജോലിക്ക് പോകാനായിരിക്കാം, അതുമല്ലെങ്കിൽ പുതിയ ചില യാത്രകൾ, പുതിയ ചില തുടക്കങ്ങൾ, പുതിയൊരു ജോലിയാവാം, പുതിയതായിട്ട് എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാനാവാം. ഇതുവരെ ആ കോഴ്സ് പഠിക്കേണ്ട, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മടി പിടിച്ച് ഇരുന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ജോലിയിലേക്ക് ഉത്സാഹമില്ലാതെ മടി പിടിച്ചിരുന്നിട്ടുണ്ടാവണം. യാത്രകൾ നിങ്ങൾക്കിത് സഫലമാകുന്നു. ഒരുപാട് കാര്യങ്ങൾ, അതായത് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇവിടെ ക്ലാരിറ്റി ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ ക്ലാരിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജിയെ പ്രദാനം ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിജയത്തെ കൊണ്ടുവരാൻ സാധിക്കുന്നു. പുതിയ ചില തുടക്കങ്ങൾ, അതായത് റിലേഷൻഷിപ്പിലാവാം, ചിലപ്പോൾ നിങ്ങളുടെ ജോലിയിലാവാം, സാമ്പത്തിക കാര്യങ്ങളിലാവാം, മറ്റു ചില ബിസിനസ് കാര്യങ്ങളിലാവാം. ഇവിടെയൊക്കെയും ഒരു ഉയർച്ച നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് അവിചാരിതമായ ഒരു ഉയർച്ചയാണ് വരാൻ പോകുന്നത്. അപ്രതീക്ഷിതമായ ഒരു ഉയർച്ച. ജീവിതത്തിൽ ഇതുവരെ എന്തെന്ന് പകച്ചു നോക്കി നിൽക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നോക്കി നിൽക്കുന്ന സമയം, അതൊക്കെ ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ്. അത് കാരണം നിങ്ങളുടെ നെഗറ്റിവിറ്റീസ് എല്ലാം ഇവിടെ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ സമയമായിരിക്കുന്നു. ഇവിടെയാണ് നിങ്ങൾ പോസിറ്റീവായ നല്ലൊരു ലൈഫിലേക്ക് വരാൻ തുടങ്ങുന്നത്. ഇവിടെ ഇനിയാണ് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഒരുപാട് ലഭിക്കുന്നത്. പല കാര്യങ്ങളുടെയും ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നത്. സാമ്പത്തികത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ വർക്കുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിന് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ഏതൊരു കാര്യത്തിലായാലും അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ടൊക്കെ നിങ്ങളിലേക്ക് ഒരു സക്സസ് വരാൻ പോകുന്നു. ജീവിതത്തിന് നല്ല ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് കഴിയുന്നു. മടിച്ചു നിന്നിരുന്ന വേണ്ട എന്ന് പറഞ്ഞ് മടിച്ചു നിന്നിരുന്ന ചില കാര്യങ്ങൾ ഒക്കെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് വളരെയധികം കോൺഫിഡന്റ് ആയിട്ട് വരാനുള്ള ആ ഒരു സമയം നിങ്ങൾക്ക് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് കിങ് ഓഫ് എർത്ത് ആണ്. അതായത് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കണ്ടല്ലേ. ഇഷ്ടംപോലെ സാമ്പത്തികം, ഒരുപാട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഇവിടെ കിരീടം ഇവിടെ മാറ്റിയിരിക്കുന്നുണ്ട്, ഇവിടെ മാറി വെച്ചിരിക്കുന്നു. ഈ കിരീടം എടുത്ത് തലയിൽ വെക്കാനുള്ള സമയം ആയിരിക്കുന്നു അല്ലേ. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാനും ഐശ്വര്യത്തിലേക്ക് സമൃദ്ധിയിലേക്ക് മുന്നോട്ട് വരാനും ഒരു കിരീടം വെച്ച രാജാവിനെ പോലെ വാഴാനും സമ്പത്തിൻ്റെതായ ഒരു നിറവ് അനുഭവിക്കാനും നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഇനി ഇതാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ടൊക്കെ നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള എനർജിയാണ് വരാൻ പോകുന്നത്. ഈ എനർജിയിൽ നിലനിൽക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഹെയർ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഡിസിഷൻ എടുക്കാൻ പാടുപെട്ടിരുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം. അവിടെ മനസ്സ് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് ഇവിടെ വരാൻ സാധിക്കും. ഈ സമയത്ത് അതിന് ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും തീർച്ചയായിട്ടും. കാരണം ദൈവാനുഗ്രഹം, ദൈവികമായ അനുഗ്രഹം, ഡിവൈൻ ബ്ലെസ്സിങ്സ് ധാരാളമായി നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട്. കണ്ടില്ലേ, ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് വളരെ നല്ല എനർജിയാണ്. 5 ആണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ 55, 555 ഒക്കെ കാണുന്നവരുണ്ടായിരിക്കണം. നിങ്ങൾക്ക് മാറ്റങ്ങളിലേക്ക് വരികയാണ് ഇവിടെ. അതുപോലെ സാമ്പത്തികപരമായിട്ടും ഭൗതികപരമായിട്ടുമുള്ള ചേഞ്ചസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് നിങ്ങൾ മുൻപൊക്കെ ആഗ്രഹിച്ചതാണ്, പക്ഷെ അത് വരാനുള്ള സമയം ആയതേ ഉള്ളൂ. ഇതിനായിട്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടാവണം. ഉഴപ്പിയടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും നിങ്ങളിലേക്ക് വരില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് ഇപ്പോഴാണ് നിങ്ങൾ ഒന്ന് പ്രയത്നിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. എങ്ങനെ ചെയ്താൽ എനിക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ഒരുപാട് നല്ല നല്ല മാറ്റങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. രണ്ടും കാർഡ്സ് വന്നിട്ടുണ്ട്. അറിവ് ലഭിക്കുന്നു, വിസ്ഡമാണ് വന്നിരിക്കുന്നത്. നോളജ്, നല്ലതുപോലെ അറിവ് ലഭിക്കുന്നുണ്ട്. മനസ്സിലായി. ഇവിടെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഒളിച്ചോടിയിരുന്ന 5 നമ്പർ കണ്ടില്ലേ. ഈ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്നും പ്രതിസന്ധികൾ വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടിയിരുന്നു പലപ്പോഴും. പക്ഷെ ഇനി അതിനുള്ള സമയമല്ല. ഇനി അതിന്റെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സമയമാണ്. ഇനിയാണ് നിങ്ങൾ ബുദ്ധിപരമായി മുന്നോട്ട് നീങ്ങുന്നത്. കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് അനുഭവിച്ചിരുന്നതിന് മുൻപ് വരെ നിങ്ങൾ അനുഭവിച്ചിരുന്നത് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് ഇവിടെ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വിസ്ഡം വന്നിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ നോളജ് ധാരാളമായി ലഭിക്കുന്ന ഒരു സമയമാണ്. കണ്ടില്ലേ, സൂര്യോദയം. നിങ്ങൾക്ക് വെളിച്ചം കാണാൻ കഴിയുന്നു. പുതിയൊരു സൂര്യോദയത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ഈ സൂര്യോദയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ അറിവാണ്. മനസ്സിലായത്. നല്ലതുപോലെ നോളജ് അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് ഇവിടെ. വീട്, വാഹനം, നല്ലൊരു കുടുംബം, സ്നേഹം, ഇതൊക്കെ നിലനിർത്താൻ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അനുഗ്രഹത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇവിടെയോ നമ്പർ 4 ആണ്. 1+3 നമ്പർ 4 ആണ്. ട്രാൻസ്ഫോർമേഷൻ ആണ്. ചേഞ്ചസ് വരികയാണ് ചെയ്യുന്നത്. നല്ലൊരു പരിവർത്തനത്തിലും വിധേയമാവുകയാണ് നിങ്ങളിവിടെ. ബട്ടർഫ്ലൈ പൂപ്പയിൽ നിന്നും വന്ന് മനോഹരമായ ചിറകുകളോട് കൂടി എങ്ങനെ സമൂഹത്തിൽ പാറി പറന്ന് നടക്കുന്നു. നല്ല വർണ്ണപ്പകിട്ടേറിയ ചിറകുകളോടുകൂടി എങ്ങനെയാണോ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്, എങ്ങനെയാണ് ഫ്രീഡം കിട്ടിയത് ഈ
നമ്മളുടെ പരിസരത്ത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലൊക്കെ പാറിപ്പറക്കുന്നത്, അതുപോലെയുള്ള ഒരു കഴിവ് നിങ്ങൾക്കും വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഒരു പരിവർത്തനത്തിന് നിങ്ങളും വിധേയരാവുകയാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ ദൈവികത അത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നു. മനസ്സിലായി? നിങ്ങളുടെ ഉള്ളിലുള്ള ഡിവിനിറ്റി നിങ്ങൾക്ക് ഇപ്പൊ പ്രയോജനപ്രദമാകുന്ന സമയമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു നല്ല ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഹെയർ കളർ ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി എങ്ങനെ ഒന്ന് സൗന്ദര്യം വർദ്ധിപ്പിക്കാമോ അത്തരത്തിലൊക്കെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു എനർജി. മുഖം മിനുക്കുന്നു, ആഭരണങ്ങൾ വാങ്ങിക്കുന്നു, വസ്ത്രഭൂഷാദികൾ, ഒരുപാട് നല്ല നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കാനുള്ള കഴിവ്, ഇതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നു. നിങ്ങൾ ആകപ്പാടെ നിങ്ങൾക്ക് നല്ലൊരു പരിവർത്തനം വരികയാണ്. ആകപ്പാടെ ആള് മാറി വരുന്ന ഒരു സമയം. മാറുക എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും നല്ല രീതിയിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നുള്ളതാണ്, മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ മാറ്റം വരുന്നതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. എനർജീസ് നല്ലതുപോലെ എനർജി വന്നിട്ടുണ്ട്. നല്ല ചില മാറ്റങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതിൻ്റെ ഇവിടെയും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റെബിലിറ്റി, ലൈഫിനൊരു സ്റ്റെബിലിറ്റി വന്നിരിക്കുന്നു. സാമ്പത്തികപരമായിട്ടും മറ്റു പല കാര്യങ്ങളിലേക്കും സ്റ്റെബിലിറ്റി നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. ജീവിതത്തിലും അതുപോലെ തന്നെ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. നല്ല ഒരു മാറ്റത്തിന്, നല്ലൊരു പരിവർത്തനത്തിന് വിധേയമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതുവഴി ഒരുപാട് സന്തോഷത്തിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ റീഡിങ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ കാണാതെയാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.